ആശാവർക്കർമാരുടെ ഓണറേറിയം പ്രതിദിനം 116 രൂപ മാത്രമെന്ന് SUCയുടെ വാദം പൊളിഞ്ഞു. ആശമാരുടെ മെയ് മാസത്തെ ഓണറേറിയത്തിന്റെ കണക്കുകൾ പുറത്ത് 10,000-നും 13,000-നും ഇടയ്ക്ക് ഓണറേറിയം ലഭിച്ചത് 21,290 പേർക്കാണ്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് ചേരുകയാണ്. മാനസ, വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് നാളുകളായി SUCI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ആശമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതേസമയം തന്നെ പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാന്യമായ ഓണറേറിയമാണ് ആശമാർക്ക് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. SUCയുടെ 116 മാത്രമാണ് ലഭിക്കുന്നതെന്ന കള്ളം അമ്പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് കണക്കുകൾ പറയുന്ന കാര്യങ്ങൾ? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SUCI വിഭാഗം പ്രചരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഈ 116 രൂപ മാത്രമാണ് ദിവസവേതനമായി ഇവർക്ക് ലഭിക്കുന്നത് എന്നതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൂടി പിന്താങ്ങിയുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ SUCI സംഘടനകൾ സ്വീകരിച്ചു വരുന്നത് എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. കാരണം SUCIയുടെ സമരം തുടങ്ങിയ അന്ന് മുതൽ തന്നെ BJPയും അതോടൊപ്പം തന്നെ UDFും ഇവർക്ക് പിന്തുണയുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ വസ്തുത മറച്ചു വെച്ചുള്ള ഒരു സമരവുമായാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിൽ തങ്ങൾക്ക് ആവശ്യമായ ഒന്നും തന്നെ കേന്ദ്രത്തോട് ചോദിക്കാനുള്ള ഒരു സമീപനം ഇവർ സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ കാര്യങ്ങളൊക്കെയും തന്നെ പുറത്തു വന്നതോടുകൂടി ഇവരുടെ സമരത്തിൻ്റെ ഈ ഒരു എന്താണ് സമരത്തിന് പിന്നിലുണ്ടായ രാഷ്ട്രീയ നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാദവുമായി വന്നത്. അതായത് ദിവസവേതനമായി 116 രൂപ മാത്രമാണ് ലഭിക്കുന്നത് തങ്ങൾക്ക് എന്നത്. ഇപ്പോൾ സമരം നടക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് സമരം നടക്കുന്നത്. പക്ഷേ ആശമാർ എല്ലാവരും കൂടിയുള്ള സമരമല്ല, ഈ SUCIയുടെ ചുരുക്കം ചിലർ പേർ മാത്രം നടത്തുന്ന ഒരു സമരമാണ്. ആ സമരമാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ മെയ് മാസത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ കണക്കുകളാണ്. മെയ് മാസത്തെ ഇവരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തു വിട്ടത്. അതിൽ 10,000-നും 13,000-നും ഇടയ്ക്ക് ഓണറേറിയം ലഭിച്ചത് 21,290 പേർക്കാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ 5,000-ൽ താഴെ അല്ലെങ്കിൽ 5,000 രൂപ വേതനമായി ലഭിക്കുന്നത് വെറും 47 പേർക്ക് മാത്രമാണ് എന്ന കണക്കും പുറത്തു വരുന്നുണ്ട്. ഇതിൽ 94% ആളുകൾക്ക് ഇതേ രീതിയിലുള്ള, അതായത് 10,000-ന് മുകളിലുള്ള വേതനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ ഇങ്ങനെയാകുമ്പോഴാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളുമായി SUCI വീണ്ടും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ആകുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട്. അതായത് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നതാണ് ആശമാർ ആദ്യമേ ഉന്നയിക്കുന്ന ഒരു കാര്യം. അത് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്നാൽ ഇക്കാര്യം ഈ SUCI സംഘടന ഒരു സമയം പോലും സൂചിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നില്ല എന്നത് അവർ പരസ്യമായി പ്രതികരിച്ച അതാണ് മനസ്സ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്, ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. അവരുടെ ഓണറേറിയം സംബന്ധിച്ച്, ഇൻസെൻറ്റീവ് സംബന്ധിച്ചൊക്കെ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം 2016-ൽ 1,000 രൂപ മാത്രമായിരുന്ന ആ ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 1,000-ൽ നിന്ന് വർദ്ധിപ്പിച്ച് 7,000 വരെ ആക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് വരുമ്പോൾ 21,290 പേർക്ക് 13,000-നും 15,000-നും ഇടയ്ക്ക് 10,000-നും 13,000-നും ഇടയ്ക്ക് ഓണറേറിയം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെടുത്ത എഫർട്ടാണ് എടുത്തു പറയേണ്ടത്. കേന്ദ്ര പദ്ധതിയാണെന്നിരിക്കെ, കേന്ദ്രമാണ് ഈ തുക കൂട്ടേണ്ടതെന്നിരിക്കെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാതിരിക്കുകയും കേരളത്തിനെതിരെ നിരന്തരം സമരത്തിലേർപ്പെടുകയും നിലമ്പൂരിൽ അടക്കമെത്തി സമരം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം, ആ SUCയുടെ പിന്തിരിപ്പൻ രാഷ്ട്രീയം കേരളത്തിലെ ജനത തിരിച്ചറിയുന്നുണ്ട്. കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുമുണ്ട്. ഒരുപക്ഷെ എന്താണ് കേന്ദ്രം നൽകുന്നത്, സംസ്ഥാന സർക്കാർ എത്രയാണ് നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. മനസ്സ, തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇക്കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയതാണ്. ഈ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്, കേരളത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ സമരം തുടങ്ങിയ അന്നു മുതൽ തന്നെ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഇത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും ഇക്കാര്യം അറിയിച്ചതാണ്. നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നിരുന്നു. അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്ന
എല്ലാ നടപടിക്രമങ്ങളും ഈ ആശമാർക്ക് വേണ്ടി നടപ്പാക്കിയ എല്ലാ പദ്ധതികളും തന്നെ മന്ത്രി വീണ ജോർജ് എടുത്തു പറയുന്ന അല്ലെങ്കിൽ അക്കമിട്ട് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇവരുടെ സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നതടക്കമുള്ള ഉന്നയിക്കാനുള്ള ഒരു യോഗം, അതോടൊപ്പം തന്നെ ഇവരുമായി ചർച്ച നടത്തി ഇവരുടെ ആവശ്യങ്ങൾ കേട്ടു, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും കേന്ദ്രത്തോട് സംസാരിക്കാമെന്ന കാര്യവും വീണ ജോർജ് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലാണ് കേന്ദ്രത്തോട് സംസാരിച്ചു. പക്ഷേ കേന്ദ്രം ഇതിൽ വ്യക്തമായ ഒരു നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. മനോജാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഓണററിയുമായി ബന്ധപ്പെട്ട് SUCI പ്രചരിപ്പിച്ച കള്ളം 116 രൂപ മാത്രമാണ് പ്രതിദിന വേതനമെന്ന കള്ളം പൊളിഞ്ഞിരിക്കുന്നു. മെയ് മാസത്തെ ശമ്പളത്തിന്റെ കണക്കുകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളാണ് മനോജ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.